റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ് എന്നതിലെ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ 11 മുതലുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിമാർക്കറ്റിംഗ് എന്താണെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഡിമാർക്കറ്റിംഗ് ഇൻവോൾവ്സ് സ്ട്രാറ്റജീസ് ടു റെഡ്യൂസ് ദ ഡിമാൻഡ് ഓഫ് അവർ പ്രോഡക്റ്റ് ഓർ സർവീസ്. നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ഡിമാൻഡ് ഒന്ന് കുറയ്ക്കാൻ നമ്മൾ തന്നെ നോക്കുന്ന ചില സ്ട്രാറ്റജിയാണ്, തന്ത്രങ്ങളാണ് ഡിമാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പം ടെമ്പററി ആവാം, ചിലപ്പോൾ പെർമനൻ്റ് ആവാം. ചില പ്രോഡക്റ്റ് ഇനി മുതൽ അധികം ഇറക്കണ്ട, പകരം അതിനെ വെല്ലുന്ന മറ്റൊരു പ്രോഡക്റ്റ് നമ്മൾ ഇറക്കുന്നത് കൊണ്ട് പഴയ പ്രോഡക്റ്റിനെ നമ്മൾ സാവധാനത്തിൽ നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അതിന് ഡിമാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ടുവരുന്നത്. അപ്പോൾ ഓഫൺ ഡ്യൂ ടു ഓവർ ഡിമാൻഡ്, ചിലപ്പോൾ ഓവർ ഡിമാൻഡ് വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാൻ സാധനം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഡിമാർക്കറ്റിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യും. ചിലപ്പോൾ ചില ഗവൺമെൻറ് റെഗുലേറ്ററി റീസൺസ് കൊണ്ട് നമ്മൾക്ക് അത് അധികം വിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ഡിമാർക്കറ്റിംഗ് അഥവാ വിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നിരുത്സാഹപ്പെടുത്തുന്ന സ്ട്രാറ്റജി, അതാണ് ഡിമാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ സ്വീകരിക്കുന്നത്. സിഗരറ്റ് പാക്കറ്റിൻ്റെ പുറത്ത് ഇത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് എഴുതി വയ്ക്കുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ ഗവൺമെൻറ് റെഗുലേഷൻ കൊണ്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ഡിമാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. കാരണം ഇത് കാണുന്ന ആൾക്കാർ വാങ്ങിക്കാനും വലിക്കാനുമുള്ള ടെൻഡൻസി അല്ലെങ്കിൽ കുറയും, അതോ അവർക്കൊരു ആശങ്ക ഉണ്ടാക്കാൻ ഇത് കാരണമാകും. എന്നാൽ പോലും കമ്പനിക്കാരത് ചെയ്യുന്നു ഡിമാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതിന് കാരണം ഗവൺമെൻറ് റെഗുലേറ്ററി റീസൺസാണ്. എന്തുവാവട്ടെ, ഇങ്ങനെ ഓവർ ഡിമാൻഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഗവൺമെൻറ് റെഗുലേറ്ററി റീസൺസ് കൊണ്ടോ ഒരു കമ്പനി അതേ കമ്പനിയുടെ തന്നെ പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ കച്ചവടത്തെ നിരുത്സാഹപ്പെടുത്തുക എന്നത് ആശയമാണ് ഡിമാർക്കറ്റിംഗ്. അതിനുവേണ്ടി പ്രയോഗിക്കുന്ന തന്ത്രങ്ങളെയാണ് ഡിമാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ഡിമാൻഡ് ഓഫ് അവർ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഹിയർ ദ യൂഷ്വൽ മെത്തേഡ്സ് അപ്ലൈഡ് ആർ ഇൻട്രൊഡ്യൂസ് എ റൈസ് ഇൻ പ്രൈസ്. ചിലപ്പോൾ ചുമ്മാ വില അങ്ങ് കയറ്റും. വില കയറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ വാങ്ങിക്കാൻ പറ്റുന്നതിൻ്റെ എണ്ണം കുറയും. 2, റെഡ്യൂസിങ് അഡ്വർടൈസിങ്, പരസ്യം ചെയ്യുന്നത് കുറയ്ക്കും. 3, റെഡ്യൂസിങ് ദ പ്രൊമോഷൻ എക്സ്പെൻഡിച്ചർ, പരസ്യങ്ങൾ അത്യാദി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണച്ചെലവങ്ങ് വെട്ടിച്ചുരുക്കും. 3, വിഡ്രോയിങ് പ്രോഡക്ട്സ്, 4മത്തേതാണ് പ്രോഡക്ട്സ് മാർക്കറ്റിൽ നിന്ന് തന്നെ വിഡ്രോ ചെയ്യും. ഇങ്ങനെ 4 സ്ട്രാറ്റജികളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. യൂഷ്വലി ദർ ആർ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിമാർക്കറ്റിംഗ് ടെക്നിക്സ്. ഡിമാർക്കറ്റിങ്ങിൻ്റെ 3 വ്യത്യസ്ത തരങ്ങൾ: ജനറൽ ഡിമാർക്കറ്റിംഗ്, സെലക്റ്റീവ് ഡിമാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഒസ്റ്റൻസിബിൾ ഡിമാർക്കറ്റിംഗ്. ഇങ്ങനെ 3 തരം ഡിമാർക്കറ്റിംഗ് സ്റ്റൈലുകൾ ഉണ്ട്. 12മത്തെ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് മെൻറ്റ് ബൈ റീമാർക്കറ്റിംഗ്? ഡിമാർക്കറ്റിങ്ങിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഡിമാർക്കറ്റിംഗ് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് കസ്റ്റമേഴ്സിനെ നിരുത്സാഹപ്പെടുത്തലാണെങ്കിൽ, റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി കസ്റ്റമേഴ്സ് താല്പര്യം ജനിപ്പിക്കലാണ് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ കുറിച്ച്. എൻകറേജിങ് റിന്യൂഡ് യൂസ് ഓഫ് എ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ് വിച്ച് ദ കസ്റ്റമേഴ്സ് ഇൻട്രസ്റ്റ് ഹാസ് ഡിക്ലൈൻഡ്. കസ്റ്റമറുടെ താല്പര്യം ഇപ്പോൾ ഇടിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അവരിൽ കൂടുതൽ താല്പര്യം ഉണർത്തുന്ന രീതിയിലുള്ള പരസ്യങ്ങളിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രാറ്റജികളിലൂടെ അതിൻ്റെ കച്ചവടം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് റീമാർക്കറ്റിംഗ്. റീമാർക്കറ്റിംഗ് ടാർഗറ്റ്സ് യൂസേഴ്സ് ഹു ഹാവ് പ്രീവിയസ്ലി ഇൻറ്ററാക്റ്റഡ് വിത്ത് എ വെബ്സൈറ്റ് ഓർ ബ്രാൻഡ് ടു എൻകറേജ് റിട്ടേൺ വിസിറ്റ്സ് ഓർ കോൺവെർസേഷൻസ്. പണ്ട് ഒരു ബ്രാൻഡിനെ വെബ്സൈറ്റിൽ അന്വേഷിച്ച ആൾക്കാരെ അവർ വീണ്ടും അത്തരത്തിലുള്ള ആ ബ്രാൻഡിനെ കുറിച്ചുള്ള കോൺവെർസേഷന് അവരെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ശ്രമമാണ്. ഇറ്റ് ഇൻവോൾവ്സ് റീ ഇൻട്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിൻ്റെ ഒരിക്കൽ കൂടിയുള്ള ഇൻട്രൊഡക്ഷൻ ആവാം, ഓർ സർവീസ് ആസ് എ റിസൾട്ട് ഓഫ് സ്റ്റീപ്പ് ഫോൾ ഇൻ ഇറ്റ്സ് സെയിൽ. അതിൻ്റെ സെയിലിൽ, അതിൻ്റെ കച്ചവടത്തിൽ കുത്തനെയുള്ള ഇടിവ് ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ റീമാർക്കറ്റിംഗ് അഥവാ ഒരിക്കൽ കൂടി ആ പ്രോഡക്റ്റിലും സർവീസിലും ആ പഴയ കസ്റ്റമേഴ്സിനെ ഒന്നുകൂടെ ഉണർത്തി അവർക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ വീണ്ടും മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ബയറായിട്ട് കസ്റ്റമറാക്കി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു രണ്ടാമതൊരു പരിശ്രമം ആണ് റീമാർക്കറ്റിംഗ് എന്ന് പറയാം. ഇനി വാട്ട് ഈസ് മെൻറ്റ് ബൈ ഒസ്റ്റൻസിബിൾ ഡിമാർക്കറ്റിംഗ്? ഡിമാർക്കറ്റിംഗ് തന്നെ പലതരത്തിലുണ്ട്. ഇൻബൗണ്ട്, ഔട്ട്ബൗണ്ട്, ഒസ്റ്റൻസിബിൾ നേരത്തെ പഠിച്ചാണ്. അതിൽ ഒസ്റ്റൻസിബിൾ ആണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഒസ്റ്റൻസിബിൾ ഡിമാർക്കറ്റിംഗ് അപ്പിയേഴ്സ് ടു റെഡ്യൂസ് ഡിമാൻഡ് ബട്ട് മേ ആക്ച്വലി ബി എ സ്ട്രാറ്റജി ടു മാനേജ് പെർസെപ്ഷൻസ് ഓർ അലൊക്കേറ്റ് റിസോഴ്സസ്. നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ മാനേജ് ചെയ്യാൻ, നമ്മുടെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാൻ ഒക്കെ ഉള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഒസ്റ്റൻസിബിൾ ഡിമാർക്കറ്റിംഗ് ശ്രമിക്കുന്നത്. പുറമേ തോന്നുന്നത്
നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ഒരു ഡീമാർക്കറ്റിംഗ് ശ്രമമാണ് എന്ന് തോന്നുമെങ്കിലും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആക്ച്വലി അതൊരു സ്ട്രാറ്റജി മാത്രമാണ്. നമ്മളുടെ പുതിയ കാഴ്ചപ്പാടിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിസോഴ്സസിനെ കൃത്യമായി ഒന്ന് അലോക്കേറ്റ് ചെയ്യാനായിട്ട് ഒരല്പം സാവകാശം കിട്ടാൻ വേണ്ടി നമ്മൾ ഏർപ്പെടുത്തുന്ന മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ഒസ്റ്റൻസിബിൾ ഡീമാർക്കറ്റിംഗ്. അടുത്തത് വാട്ട് ഈസ് മെന്റ് ബൈ സിങ്ക്രോ മാർക്കറ്റിംഗ്. സിങ്ക്രോ മാർക്കറ്റിംഗ് എന്താണ്? 14ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നു. സിങ്ക്രോ മാർക്കറ്റിംഗ് ഇൻവോൾവ്സ് സിങ്ക്രണൈസിങ് മാർക്കറ്റിംഗ് എഫേർട്സ് വിത്ത് ദ കൺസ്യൂമർ ബിഹേവിയർ. നമ്മുടെ മാർക്കറ്റിംഗ് പരിശ്രമങ്ങളൊക്കെ ഒന്ന് ഉപഭോക്താവിൻ്റെ പെരുമാറ്റങ്ങൾക്കനുസരിച്ച് ഒന്ന് സിങ്ക്രണൈസ് ചെയ്ത് മോഡറേറ്റ് ചെയ്ത് വിടുക. ചിലപ്പം സീസണൽ പാറ്റേൺസ് ഉണ്ടാവും നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന കാര്യത്തിൽ. സീസണൽ പ്രോഡക്റ്റുകൾ ആയിട്ടുള്ള പാറ്റേണുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ഡിമാൻഡ് സപ്ലൈ എന്നിവ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതായത് ഓഫ് സീസണിൽ തീർച്ചയായിട്ടും ആളുകൾ അധികം വാങ്ങിക്കാതിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയും, കച്ചവടം സെയിൽസ് നന്നായി ഇടിഞ്ഞു താഴും. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഓഫ് സീസൺ ഡിസ്കൗണ്ടുകളും മറ്റ് ബെനിഫിറ്റുകളും ഓഫർ ചെയ്തുകൊണ്ട്, അതായത് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഡിമാൻഡ് ഫോർ സർട്ടൻ പ്രോഡക്ട്സ് ലൈക്ക് ഫാൻ, റെഫ്രിജറേറ്റർ, എയർ കൂളേഴ്സ് എക്സെട്ര വേരി ഓർ ഡിക്ലൈൻ ഇൻ കൂൾ വെതർ വിൻ്റർ സീസൺസ്. തണുപ്പുള്ള വിൻ്റർ സീസണിൽ അവയുടെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഡിമാൻഡ് ഡിക്ലൈൻ ചെയ്യും, ഇടിയും. അത്തരം സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഓഫ് സീസൺ ഡിസ്കൗണ്ടുകളോ അല്ലെങ്കിൽ മറ്റ് ബെനിഫിറ്റുകളോ അവർക്ക് ഓഫർ ചെയ്തുകൊണ്ട് അവരുടെ ഡിമാൻഡിനെ റീസ്റ്റോർ ചെയ്യാനായിട്ട് കമ്പനി ശ്രമിക്കും. അപ്പോൾ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു റീമാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആവാം, അല്ലേ? ഇനി പ്രൊമോഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട്. അതേസമയം ചില സമയത്ത് നമുക്ക് വിൽക്കാനാകുന്നതിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ, എക്സസ് ഡിമാൻഡുള്ള സാഹചര്യത്തിൽ കമ്പനികൾ ഡിമാർക്കറ്റിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യും. അതായത് വിൽപ്പനയെ സ്വയം നിരുത്സാഹപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കും. എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ഡിമാൻഡിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻ ഷോർട്ട്, കമ്പനീസ് അപ്ലൈ ഡിമാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇൻ ടൈംസ് ഓഫ് എക്സസ് ഡിമാൻഡ് ഉള്ള സമയത്ത് വിൽപ്പനയെ നിരുത്സാഹപ്പെടുത്തുന്ന സ്ട്രാറ്റജി സ്വീകരിക്കും. ആൻഡ് റീമാർക്കറ്റിംഗ് സ്ട്രാറ്റജി അറ്റ് ദ ടൈം ഓഫ് fall in demand. ഡിമാൻഡ് ഇടിയാൻ നേരത്ത് റീമാർക്കറ്റ് സ്ട്രാറ്റജിയും അപ്ലൈ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞു. അടുത്ത ചോദ്യം 15. ഗൊറില്ല മാർക്കറ്റിംഗ്. ഗൊറില്ല മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു അൺകൺവെൻഷണൽ, ക്രിയേറ്റീവ് ആൻഡ് ഓഫൺ ലോ കോസ്റ്റ് മാർക്കറ്റിംഗ് ടാക്ടിക്സ്. പരമ്പരാഗതമല്ലാത്ത എന്നാൽ സർഗാത്മകമായ, പലപ്പോഴും ചെലവ് കുറഞ്ഞ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു തരംഗം സൃഷ്ടിക്കാനാണ്, ഒരു ബസ് ക്രിയേറ്റ് ചെയ്യാനാണ്. BUZZ, ഒരു ബസ് എന്ന് വെച്ചാൽ ഒരു തരംഗമാണ്. എന്തിനാ? ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ഗൊറില്ല മാർക്കറ്റിംഗ്. കുറഞ്ഞ ചിലവിൽ കൂടുതൽ മാർക്കറ്റിംഗ് നടത്തുക എന്നതാണ് ഗൊറില്ല മാർക്കറ്റിംഗ്. ജനറേറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് അച്ചീവ് മാക്സിമം ഇമ്പാക്റ്റ് വിത്ത് മിനിമം റിസോഴ്സസ്. നമ്മുടെ കയ്യിലുള്ള മിനിമം റിസോഴ്സസ് കൊണ്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ജനങ്ങളിൽ താല്പര്യം ഉണർത്തിയെടുക്കുവാനും മാക്സിമം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുവാനും ചെയ്യുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങളെ പൊതുവെ, ഇത് പരമ്പരാഗത രീതികളൊന്നുമല്ല എന്നവർക്ക്, അൺകൺവെൻഷണലായ രീതിയാണ് ഗൊറില്ല മാർക്കറ്റിംഗ്. ക്രിയേറ്റീവായ രീതികൾ അതിനകത്ത് ഉൾപ്പെടുത്തും. ഒപ്പം തന്നെ ചിലവ് കുറഞ്ഞ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് അതിനകത്ത്. ലോ കോസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ടാക്ടിക്സ് ആണ് ഉപയോഗപ്പെടുത്തുക. ഇനി അംബുഷ് മാർക്കറ്റിംഗ്. അംബുഷ് മാർക്കറ്റിംഗ് ഈസ് എ സ്ട്രാറ്റജി വെർ കമ്പനീസ് അസോസിയേറ്റ് ഇറ്റ്സെൽഫ് വിത്ത് ആൻ ഈവൻറ്റ്. ഒരു സ്പോർട്സ് ഈവൻ്റ് ആവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കായിക സന്ദർഭങ്ങളിൽ ആ കമ്പനി സ്വയം അതിൻ്റെ ഒഫീഷ്യൽ സ്പോൺസറൊന്നും അല്ലാതെ തന്നെ തീർച്ചയായിട്ടും നല്ല പരസ്യങ്ങളിലൂടെ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പലപ്പോഴും നമുക്ക് കമ്പനിക്ക് പുറം ലോകത്തിന് മുമ്പിൽ ഒരു എക്സ്പോഷർ കിട്ടുക എന്നതാണ് ഉദ്ദേശം. ഓഫൺ ദീസ് തിങ്സ് ആർ ഡൺ ടു ഗെറ്റ് എക്സ്പോഷർ ആൻഡ് ലിവറേജ് ഇൻ ദ ഇവൻറ്റ്സ് പോപ്പുലാരിറ്റി. ആ ഇവൻറ്റിൻ്റെ പോപ്പുലാരിറ്റിയിൽ അല്ലെ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. അടുത്ത ബ്രേക്കിംഗ് ബൾക്ക്. എന്താണ് ബ്രേക്കിംഗ് ബൾക്ക്? ബ്രേക്കിംഗ് ബൾക്ക് റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് ബൈയിങ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ആൻഡ് ദെൻ സെല്ലിംഗ് ദം ഇൻ സ്മോളർ ക്വാണ്ടിറ്റീസ് ടു കൺസ്യൂമേഴ്സ് ഓർ റിറ്റെയിലേഴ്സ്. ലാർജ് ക്വാണ്ടിറ്റീസിൽ വാങ്ങിച്ചിട്ട് കൺസ്യൂമേഴ്സിനും റിറ്റെയിലേഴ്സിനും അത് സ്മോളർ ക്വാണ്ടിറ്റീസ് വിൽക്കുന്നതാണ് ബ്രേക്കിംഗ് ബൾക്ക് എന്ന ആശയം. അടുത്തത് ഇറ്റിനറൻ്റ് റീറ്റെയിലിംഗ്. എന്താണ് ഇറ്റിനറൻ്റ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്? കാൽനടയായിട്ട് സാധനങ്ങൾ വിൽക്കുന്ന പഴയകാല മധുര പലഹാര കച്ചവടക്കാർ, അതുപോലെ തന്നെ അത്തരം പ്ലാസ്റ്റിക് സാധനങ്ങൾ വിൽക്കുന്നവർ, അലുമിനിയം പാത്രങ്ങൾ വിൽക്കുന്നവർ, ഇതൊക്കെ ഇറ്റിനറൻ്റ് റീറ്റെയിലിംഗ് ആണ്. അതായത് ഇറ്റ് ഇൻവോൾവ്സ് സെല്ലിംഗ് ഗുഡ്സ് ബൈ ട്രാവലിംഗ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തുകൊണ്ട് സാധനങ്ങൾ വീടാന്തരം കയറി ഇറങ്ങി വിൽപ്പന നടത്തുക, അല്ലെങ്കിൽ വണ്ടികളിൽ കൊണ്ടുപോയിട്ട് പല ജംഗ്ഷനുകളിൽ നടന്ന് കച്ചവടം ചെയ്യുക. ഓഫൺ
ഡോർ ടു ഡോർ ഓർ ടെമ്പററി ലൊക്കേഷൻസ്. പ്രത്യേകിച്ചും ഈ ഇറ്റിനറിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ മാത്രമല്ല, ഓരോരുത്തരുടെയും വീട്ടിന് മുന്നിൽ ഡോർ ടു ഡോർ എത്തിക്കാൻ കഴിയുന്നു, ടെമ്പററി ലൊക്കേഷൻസിൽ എത്തിക്കാൻ കഴിയുന്നു എന്നതാണ് ഇറ്റിനറൻ്റ് റീറ്റെയിലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ടെയിലിംഗ് എന്താണെന്നുള്ളതാണ് അടുത്തത്. ഇറ്റെയിലിംഗ് റെഫേഴ്സ് ടു റിട്ടൈനിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ഇലക്ട്രോണിക് ചാനൽസ്. ഗുഡ്സും സർവീസസും ഇലക്ട്രോണിക് ചാനലുകളിലൂടെ വിൽപ്പന നടത്തുന്നതാണ് പ്രൈമറിലി ദ ഇൻ്റർനെറ്റ്. അത് പ്രത്യേകിച്ചും നമ്മൾ ഇൻ്റർനെറ്റിലൂടെ വിൽപ്പന നടത്തുക, ഇലക്ട്രോണിക് ചാനലിലൂടെ വിൽപ്പന നടത്തുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. സെക്ഷൻ ബിയിൽ എലമെൻറ്റ്സ് ഓഫ് മോഡേൺ മാർക്കറ്റിംഗ്. മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? മോഡേൺ മാർക്കറ്റിംഗ് ഇൻക്ലൂഡ്സ്, സാധാരണ മോഡേൺ മാർക്കറ്റിങ്ങിൽ പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, അതായത് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്ന ഈ 4 കാര്യങ്ങൾ. അതൊക്കെയാണ് മാർക്കറ്റിംഗ് മിക്സ്: പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അതെല്ലാം വരും. കൂടാതെ ആളുകൾ, പീപ്പിൾ, പ്രോസസ് ആൻഡ് ഫിസിക്കൽ എവിഡൻസ്. അപ്പോൾ എല്ലാം പി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണേ. പ്രോഡക്റ്റ് പി കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, പ്രൈസ്, പ്ലേസ് 3ആയി, പ്രൊമോഷൻ 4ആയി, പീപ്പിൾ 5ആയി, പ്രോസസ് 6ആയി, ആൻഡ് ഫിസിക്കൽ എവിഡൻസ് 7ആയി. ചുരുക്കി പറഞ്ഞാൽ 7ഓളം പികൾ കൊണ്ടാണ് മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് എന്ന് നമ്മൾ ഇത്തരം കാര്യങ്ങൾ വിളിക്കുന്നത്. അടുത്തത് സ്കോപ്പ് ഓഫ് മോഡേൺ മാർക്കറ്റിംഗ്. മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് എന്താണ്? ദ സ്കോപ്പ് ഇൻക്ലൂഡ്സ് അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമർ നീഡ്സ്, ക്രിയേറ്റിംഗ് വാല്യൂ. കസ്റ്റമറുടെ നീഡ്സ് മനസ്സിലാക്കുക, വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ എത്രയാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഡെലിവറിങ് ദ വാല്യൂ ആൻഡ് ബിൽഡിങ് റിലേഷൻഷിപ്സ്. ആ വാല്യൂ അവർക്ക് കൈമാറുക. അത്തരത്തിൽ നല്ല വാല്യൂ കൈമാറ്റത്തിലൂടെ, ആത്മാർത്ഥതയിലൂടെയൊക്കെ ആ കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഊട്ടിയുറപ്പിക്കുക. ഇതൊക്കെയാണ് മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ ലക്ഷ്യം. അടുത്ത വീഡിയോയിൽ ബാക്കി.